ഹായ്, ഇത് MG യൂണിവേഴ്സിറ്റിയുടെ BSc പ്രോഗ്രാമിൽ കെമിസ്ട്രി BSc പ്രോഗ്രാമിൻ്റെ ഓർഗാനിക് ഓർഗാനിക് പേപ്പറിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നാച്ചുറൽ പ്രൊഡക്ട്സ്. നാച്ചുറൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ടും രണ്ട് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ടെർപ്പിനോയിഡ്സും പിന്നെ ഒന്ന് ആൽക്കലോയിഡ്സും. ഈ രണ്ട് ടോപ്പിക്കുകളാണ് നമുക്ക് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൽ ടെർപ്പിനോയിഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ടെർപ്പിനോയിഡ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് C5H8N ടൈംസ് ആണ്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഐസോപ്രീൻ മോളിക്യൂൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് കുറേ ഐസോപ്രീൻ മോളിക്യൂൾസ് ഇങ്ങനെ നിരത്തി വെച്ച് അവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് ടെർപ്പിനോയിഡ്സ് എന്ന് പറയുന്നത്. അതിൽ ഈ C5H8N ആണ്, N ടൈംസ് ആണ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എന്നിൻ്റെ നമ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ എന്നിൻ്റെ നമ്പർ വെച്ചിട്ട് നമ്മളിവരെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ N1 ആണെങ്കിൽ അത് C5H8 മാത്രമാണെങ്കിൽ മോണോ ടെർപ്പിനോയിഡ്സ്, അതേപോലെ തന്നെ സെസ്ക്യൂ ടെർപ്പിനോയിഡ്സ്, ഡൈ ടെർപ്പിനോയിഡ്സ്, സെസ്റ്റർ ടെർപ്പിനോയിഡ്സ്, ട്രൈ ടെർപ്പിനോയിഡ്സ്, ടെട്രാ ടെർപ്പിനോയിഡ്സ്, പോളി ടെർപ്പിനോയിഡ്സ്, ഇങ്ങനെ ഇവരെ 7 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു റൂളാണ്, ഐസോപ്രീൻ റൂൾ. ഐസോപ്രീൻ റൂൾ എന്ന് പറയുമ്പോൾ എല്ലാ ടെർപ്പിനോയിഡ്സും നാച്ചുറലി ഒക്കർ ചെയ്യുന്ന എല്ലാ ടെർപ്പിനോയിഡ്സും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ ഒരു സ്കെലിറ്റൻ സ്ട്രക്ചർ വെച്ചിട്ടാണ്. അത് ഐസോപ്രീൻ യൂണിറ്റാണ്. ഈ നാച്ചുറൽ ടെർപ്പിനോയിഡ്സിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഐസോപ്രീൻ യൂണിറ്റാണ്. ഇതാണ് ഐസോപ്രീൻ റൂൾ എന്ന് പറയുന്നത്. നോക്കിയേ, ഒരു ഐസോപ്രീൻ എടുത്തു കഴിഞ്ഞാൽ ഐസോപ്രീന് ഒരു ഹെഡും ഉണ്ട്, ടെയിലും ഉണ്ട്. അപ്പോൾ ഒരു ഐസോപ്രീൻ യൂണിറ്റിൻ്റെ ടെയിൽ എന്ന് പറയുന്നത് അടുത്ത ഐസോപ്രീൻ യൂണിറ്റിൻ്റെ ഹെഡുമായിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെ ടെയിൽ ടു ഹെഡ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നാണ് നമുക്ക് ഈ പറയുന്ന എല്ലാ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ടെർപ്പിനോയിഡ്സും ഉണ്ടാവുന്നത്. ഇതിൽ ഈ ഐസോപ്രീൻ യൂണിറ്റിൻ്റെ നമ്പർ അനുസരിച്ച് ടെർപ്പിനോയിഡ്സ് മാറും. ഇപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് 2 ഐസോപ്രീൻ യൂണിറ്റുകൾ തമ്മിൽ ഹെഡ് ടു ടെയിൽ കോമ്പിനേഷൻ വന്നിട്ടുണ്ടായിരിക്കുന്ന ഒരു മോളിക്യൂളാണ്, ഒരു കോമ്പൗണ്ടാണ്. ഇപ്പോൾ നോക്കിയേ, 2 ഐസോപ്രീൻ യൂണിറ്റുകളാണ് അവിടെ ടെയിൽ ടു ഹെഡ് അവർ കമ്പൈൻ ചെയ്ത് മൈർസീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഐസോപ്രീൻ റൂൾ എന്ന് പറയുന്നത്. ഇനി ഐസോപ്രീൻ റൂളിനൊരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് അതിനകത്ത് തന്നെ വരുന്ന അടുത്തൊരു ടെർപ്പിനോയിഡ്സിനെ പറ്റിയിട്ടാണ്. നമുക്കൊരു 3 ടെർപ്പിനോയിഡ്സിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് സിട്രാലാണ്. സിട്രാലിൻ്റെ നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രക്ചറൽ എലൂസിഡേഷനും അതേപോലെ തന്നെ സിട്രാലിൻ്റെ യൂസസുമാണ്. സിട്രാൽ എന്ന് പറയുമ്പോൾ അതൊരു അസൈക്ലിക് ആയിട്ടുള്ള മോണോ ടെർപ്പിനോയിഡ് ആൽഡിഹൈഡാണ്. ഇതാണ് സിട്രാലിൻ്റെ ഫിഗർ. ഓക്കെ, ഇത് അസൈക്ലിക് ആണ്. അതായത് ആ സൈക്കിൾ എന്ന് പറയുന്നത് ബെൻസീൻ റിങ് എന്ന് പറയുന്നത് ഒരിക്കലും ക്ലോസ്ഡ് ആയിട്ടില്ല, അത് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ വന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽഡിഹൈഡാണ്, CHO ആണ്. സോ സിട്രാൽ എന്ന് പറയുന്നത് അസൈക്ലിക് ആയിട്ടുള്ള മോണോ ടെർപ്പിനോയിഡ് ആൽഡിഹൈഡാണ്. ഇത് മെയിനായിട്ടും ലെമൺ ഗ്രാസ് ഓയിലിൽ ഏകദേശം 60 to 80% ഓഫ് സിട്രാൽ പ്രസൻ്റ് ആണ്. ഇതൊരു ലെമണിൻ്റെയൊക്കെ സ്മെല്ലുള്ള ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് സിട്രാൽ എന്ന് പറയുന്നത്. ഇറ്റ് എക്സിസ്റ്റ് 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ്. നമുക്കറിയാം 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ്, ട്രാൻസും സിസ് ഫോമും പ്രസൻ്റ് ആണെങ്കിൽ അവരെയാണ് നമ്മൾ ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ സിട്രാലിനും 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് പ്രസൻ്റ് ആണ്. ഒന്ന് ജെറാനിയാൽ, പിന്നെ ഒന്ന് നെറാൽ. ഇതിൽ ജെറാനിയാലിനെ നമ്മൾ സിട്രാൽ A എന്ന് പറയും, അതതിൻ്റെ ട്രാൻസ് ഫോമാണ്. നെറാലിനെ സിട്രാൽ B എന്നും പറയും, അത് സിസ് ഫോമാണ്. ഒരു നാച്ചുറൽ സിട്രാലിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള സിട്രാലിനകത്ത് ഏകദേശം 90% ഓഫ് സിട്രാൽ A പ്രസൻ്റ് ആണ്. അതായത് ജെറാനിയാൽ പ്രസൻ്റ് ആയിരിക്കും. 10% സിട്രാൽ Bയും പ്രസൻ്റ് ആയിരിക്കും. ഇതാണ് സിട്രാൽ എയുടെ അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോമും
സിസ് ഫോമും എന്ന് പറയുന്നതിൻ്റെ ഫിഗർ. ഇനി ഇവരുടെ യൂസസ്, ഇതാണ് സ്ട്രക്ചറൽ എലൂസിഡേഷൻ. ഇനി അവരുടെ യൂസസ് ആണ്. യൂസസിലേക്ക് വരുമ്പോൾ മെയിനായിട്ടും വൈറ്റമിൻ എ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊമേഴ്ഷ്യലി സിന്തസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പ്രിക്കേഴ്സർ അഥവാ സ്റ്റാർട്ടിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് സിട്രാലിനെയാണ്. അതേപോലെ തന്നെ ഇവർ മെയിനായിട്ടും ലെമൺ ഫ്ലേവർ ഉള്ളവരാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ലെമൺ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സിട്രാലിനെയാണ്. സിട്രാലിനെ ഉപയോഗിച്ച് ഇപ്പോൾ സ്മോക്ക് ചെയ്യാൻ നേരത്തൊക്കെ ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും. അപ്പോൾ ചില സിഗരറ്റിൻ്റെയൊക്കെ അറ്റത്തായിട്ട് അതായത് ആ അറ്റത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ബബിള് പോലെയുള്ളൊരു സാധനമൊക്കെ ഫീൽ ചെയ്യാറുണ്ട്, പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെ വരുന്നത്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ട്, അത് സിട്രാലാണ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്മോക്കിൻ്റെ പോലെയുള്ള അൺഡിസൈറബിൾ ആയിട്ടുള്ള ഓർഡേഴ്സിനെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറയുന്നത് ചില ഇൻസെക്റ്റുകളും മൈറ്റുകളും ഒക്കെ അവരുടെ ഫിറമോണൽ എഫക്ട്സിന് വേണ്ടിയിട്ട് സിട്രാലിനെ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ജെറാനിയോളാണ്. നോക്കി, സിട്രാൽ എന്ന് പറയുമ്പോൾ അസൈക്ലിക് മോണോടെർപിനോയിഡ് ആൽഡിഹൈഡ് ആയിരുന്നു. ഇവിടെ ജെറാനിയോൾ എന്ന് പറയുമ്പോൾ എസൈക്ലിക് ആയിട്ടുള്ള മോണോടെർപിനോയിഡ് ആൽക്കഹോൾസ് ആണ്. ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കഹോളാണ്. റോസോയിലിനകത്തൊക്കെയാണ് ഏകദേശം 40 to 60% ഓഫ് ജെറാനിയോൾ പ്രസൻ്റ് ആയിരിക്കും. മെയിനായിട്ട് ഇവർക്കും 2 ഐസോമേഴ്സ് ഉണ്ട്. ഒരെണ്ണം സിസ് ഫോമിലും ഒരെണ്ണം ട്രാൻസ് ഫോമിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ജെറാനിയോളും നെറോളും ആണ്. ജെറാനിയോൾ എന്ന് പറയുന്നതാണ് അവിടെ ട്രാൻസ് ഐസോമർ, നെറോൾ എന്ന് പറയുന്നതാണ് സിസ് ഐസോമർ. ഇതാണ് അവരുടെ രണ്ടുപേരുടെയും ഫിഗർ. ഇനി അവർക്ക് യൂസസ് പറയാണ്. യൂസസ് പറയുമ്പോൾ മെയിനായിട്ടും റോസ് സെൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, റോസിൻ്റെ സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സിന്തറ്റിക് അവരുടെ കുറച്ച് സെൻസിൻ്റെയൊക്കെ സിന്തറ്റിക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്നത് ജെറാനിയോളാണ്. അതേപോലെ തന്നെ ചില ഫുഡ് ഐറ്റംസ്, ചില ബിവറേജ് പ്രൊഡക്ട്സിനൊക്കെ ഫ്ലേവേഴ്സ് എൻഹാൻസ് ചെയ്യാൻ, മെയിനായിട്ട് ഫ്ലോറൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെറാനിയോൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഹെയർ കെയറിനുള്ള പ്രൊഡക്ട്സുകൾ, അതിനകത്ത് കോമൺ മിക്ക ഹെയർ കെയർ പ്രൊഡക്ട്സിൻ്റെയും കോമൺ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് റോസ് ഓയിലാണ്. അതെന്തിനു, റോസ് ഓയിലിനകത്ത് ജെറാനിയോൾ പ്രസൻ്റ് ആണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോസ് ഓയിൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുകയും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ എൻകറേജ് ചെയ്യുകയും അതിനൊരു ഷൈനി ടച്ചൊക്കെ കൊടുക്കാനൊക്കെ റോസ് ഓയിൽ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പിന്നെ ജെറാനിയോൾ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടെർപ്പിനോയിഡ് എന്ന് പറയുന്നത് നാച്ചുറൽ റബ്ബറാണ്. നാച്ചുറൽ റബ്ബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാച്ചുറൽ റബ്ബറിൻ്റെ കോമൺ ആയിട്ടുള്ള സോഴ്സ് ഹെവിയർ ട്രീ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലീനിയർ ആയിട്ടുള്ള മോളിക്യൂളാണ്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോൺസോ ട്രിപ്പിൾ ബോൺസോ പ്രസൻ്റ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഐസോപ്രീൻ്റെ ഒരു പോളിമറാണ്. പിന്നെ ഇവരുടെ ഫോർമുല എന്ന് പറയുന്നത് CH2CCH3 ഡബിൾ ബോണ്ട് CH2 N ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവരുടെ മോണോമറാണ്. N ടൈംസ് പ്രസൻ്റ് ആയിരിക്കും. അതായത് ഒരു ഐസോപ്രീൻ യൂണിറ്റാണത്. ഈ N എന്ന് നമ്മൾ പറഞ്ഞത് ഹൈ മോളിക്കുലാർ വെയിറ്റ് പോളിമറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ N എന്ന് പറയുന്ന നമ്പറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് തന്നെ യൂഷ്വലി 3000 to 5000 ആയിരിക്കും. പിന്നെ നമുക്കറിയാം നമ്മൾ കോമൺ ആയിട്ട് ഹെവിയർ ട്രീയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന റബ്ബർ എന്ന് പറയുന്നത് സിസ് കോൺഫിഗറേഷനിലുള്ള റബ്ബറാണ്. അതേപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഗുട്ട പെർച്ച ആൻഡ് ബലാറ്റ ഇതെല്ലാം എന്ന് പറയുന്നത് ട്രാൻസ് കോൺഫിഗറേഷനിലുള്ള റബ്ബറുകളായിരിക്കും. അതായത് ഇതൊക്കെ ഓരോരോ പ്ലാന്റുകളിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന റബ്ബറുകളാണ് ഈ ഗുട്ട പെർച്ച ബലാറ്റ എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ട്രാൻസ് കോൺഫിഗറേഷനിലുള്ളതായിരിക്കും. ഇനി ഒരു ഡബിൾ ബോണ്ട് അതിനകത്ത് നോക്കിയേ, ഓരോ ഐസോപ്രീൻ യൂണിറ്റുകൾ, ഇവരുടെ മോണോമർ എന്ന് പറയുന്ന ഐസോപ്രീൻ യൂണിറ്റുകളാണ്. ഓരോ ഐസോപ്രീൻ യൂണിറ്റുകളിലും ഒരു ഡബിൾ ബോണ്ട് വെച്ച് പ്രസൻ്റ് ആയിരിക്കും. ഇവിടെയും ഐസോപ്രീൻ യൂണിറ്റുകൾ ഹെഡ് ടു ടെയിലായിട്ടായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. നോക്കിയേ, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, cis 1,4 പോളി ഐസോപ്രീൻ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഈ റബ്ബറിൻ്റെ തന്നെ നാച്ചുറൽ റബ്ബറിൻ്റെ തന്നെ കുറച്ച് പ്രോസസ്സുകളും പ്രോപ്പർട്ടികളും ഒക്കെയാണ് ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലൊന്നാമത്തത് വൾക്കനൈസേഷൻ ഓഫ് റബ്ബറാണ്. ഈ ഒരു വൾക്കനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടുപിടിച്ചത് തന്നെ ചാൾസ് ഗുഡിയർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ ട്രീന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ റബ്ബർ അതേപോലെ നമുക്ക് കൊണ്ടുപോയി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്ക് പ്ലാസ്റ്റിക് പ്രോപ്പർട്ടികൾ നേരിട്ട് നമ്മൾ എടുക്കുന്ന റോ റബ്ബേഴ്സിന് പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും കൂടുതൽ. അവരുടെ പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി മാറ്റി എലാസ്റ്റിക് പ്രോപ്പർട്ടി ആക്കാൻ വേണ്ടി അവരെ നമ്മൾ സൾഫറുമായിട്ട് ട്രീറ്റ് ചെയ്യും, അതിനുശേഷം ഹീറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. വൾക്കനൈസേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി മാറിയത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആവും. അതായത് അവർക്ക് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് വരും, കമ്പാരിറ്റീവ്ലി ലോ ഇലോങ്ങേഷൻ ആവും. ഇതൊക്കെയാണ് അവർക്ക് ആ റബ്ബറിന് കിട്ടുന്ന വൾക്കനൈസേഷൻ നടത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രയോജനങ്ങൾ. ഇനി ഈ വൾക്കനൈസേഷൻ നടത്തുന്നത് റബ്ബറിൻ്റെ കൂട്ടത്തിൽ സൾഫറും കൂടി ആഡ് ചെയ്ത് അല്ലെങ്കിൽ സൾഫറും കൂടി ഇട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ റബ്ബർ സൾഫർ റേഷ്യോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. റബ്ബർ സൾഫർ റേഷ്യോ വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് റബ്ബറിൻ്റെ ഗ്രേഡുകളിലും വെറൈറ്റി വരും. ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ടയറുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 2 to 3% സൾഫറേ അവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ എബണൈറ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കാനാണെങ്കിൽ അവിടുത്തെ റബ്ബർ സൾഫർ റേഷ്യോ എന്ന് പറയുന്നത് വൾക്കനൈസേഷൻ നടത്തുമ്പോഴുള്ള റബ്ബർ സൾഫർ റേഷ്യോ എന്ന് പറയുന്നത് 68:32 ആണ്. ഇനി ഈ വൾക്കനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കുറച്ച് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഓർഗാനിക് കോമ്പൗണ്ടുകളും ചില സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതാണ് ആക്സിലേറ്റേഴ്സ്. ആക്സിലേറ്റേഴ്സ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആക്സിലേറ്റേഴ്സാണ് മെർക്കാപ്റ്റോ ബെൻസോതയാസോൾ, ടെട്രാമീഥൈൽ തയോറാം ഡൈസൾഫൈഡ്, സിങ്ക് ഡൈതൈൽ ഡൈതയോ കാർബമേറ്റ്. ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആക്സിലേറ്റേഴ്സാണ്. ഇനി ചില സമയങ്ങളിൽ ഈ ആക്സിലേറ്റേഴ്സിനേക്കാളും അവർ നടത്തുന്ന അല്ലെങ്കിൽ അവർ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒന്നും കൂടി സ്പീഡപ്പ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ ആക്റ്റീവേഴ്സിന് ഇട്ട് കൊടുക്കാറുണ്ട്. ആക്റ്റീവേഴ്സ് എന്ന് പറയാൻ നേരത്തെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിങ്ക് ഓക്സൈഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് സ്റ്റിയറിക് ആസിഡ്. അതാണ് വൾക്കനൈസേഷനിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നോക്കിയേ, ഇതൊരു വൾക്കനൈസേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ റോ റബ്ബറിനെ എടുക്കുന്നു, S8 സൾഫറുമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പം നോക്കിയേ, ലീനിയർ പോളിമറായിട്ടുള്ള റബ്ബർ സൾഫറുമായിട്ട് ബോണ്ട് ഒരു ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു പോളിമറായിട്ട് മാറുന്നു. അങ്ങനെ ലീനിയർ പോളിമർ ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു പോളിമറായി മാറുന്നത് കൊണ്ടും കൂടിയാണ് അവരുടെ പ്രോപ്പർട്ടീസ് അവർ സ്ട്രോങ് ആവുന്നത്, അവരുടെ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യുന്നതും. ഇനി ഈ നമ്മൾ ഇങ്ങനെ ഓരോ ട്രീന്നും ഒക്കെ ഇങ്ങനെ ഈ പറയുന്ന റബ്ബർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയുള്ളൂ. അതിന് പ്രൊഡക്ഷൻ്റെ അങ്ങോട്ടേക്ക് മാറ്റണമെങ്കിൽ ആ റബ്ബറിന് ഒരുപാട് മെത്തേഡ് പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുന്നത് ഒരുപാട് മെത്തേഡിൽ കൂടെ പലതരം മെത്തേഡ് ഉപയോഗിച്ച് നമ്മളങ്ങനെ ലാറ്റക്സിനെ പ്രോസസ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മരത്തിൽ നിന്നൊക്കെ എടുക്കുന്ന ലിക്വിഡ് റബ്ബറിനെ നമ്മൾ ആദ്യം അമോണിയയിൽ പ്രിസർവ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അതിനുശേഷം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് ഡ്രൈ ആയിട്ടുള്ള റബ്ബർ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് സെൻട്രിഫ്യൂഗേഷൻ, ക്രീമിങ്, ഇവാപ്പറേഷൻ, ഇങ്ങനെ കുറേ മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഡ്രൈ റബ്ബർ കണ്ടൻറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പല മെത്തേഡുകൾ, നമുക്കിവിടെ 3 മെത്തേഡുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് സെൻട്രിഫ്യൂഗേഷനാണ്, അതായത് ലാറ്റക്സ് കോൺസെൻട്രേഷൻ ബൈ സെൻട്രിഫ്യൂഗേഷൻ. അതാണ് ആദ്യത്തെ മെത്തേഡ്. അതായത് ഒരു ഇൻഡസ്ട്രിയലി നടക്കുന്ന പ്രോസസ്സാണ്. അതൊരു ഹൈ എമൗണ്ട് റോഡ് റബ്ബറൊക്കെ വരുന്ന സമയത്ത് ആ റബ്ബർ പാർട്ടിക്കിൾസിൽ നിന്ന് അല്ലെങ്കിൽ അത് സെറോയായിട്ട് മിക്സ് ചെയ്തായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് മാക്സിമം ഡ്രൈ റബ്ബർ കണ്ടൻറ്റ് ഏകദേശം സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ് വഴിയിട്ട് 60% ഡ്രൈ റബ്ബർ കണ്ടൻറ്റ് കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ ഡ്രൈ റബ്ബർ കണ്ടൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡസ്ട്രിയലി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലാറ്റക്സ് കോൺസെൻട്രേഷൻ ബൈ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്.
നമുക്കറിയാം സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്സ്ചർ ഏതാണോ അതിനൊരു ഇതിനകത്തിട്ട് നന്നായിട്ട് വട്ടം കറക്കും അല്ലേ, നല്ല സ്പീഡിൽ. എന്നിട്ട് ആ മെഷീനകത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഇവരിങ്ങനെ നന്നായിട്ട് സ്പീഡിൽ കറക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഡെൻസറായിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം താഴെ അടിഞ്ഞു കൂടും, ലൈറ്റർ പാർട്ടിക്കിൾസ് എല്ലാം പൊക്കത്താവും. അപ്പം ഇതേപോലെ തന്നെ ഹൈ സ്പീഡിൽ നമ്മൾ നമ്മുടെ റോ റബ്ബറിനെ, അതായത് അമോണിയക്കകത്ത് പ്രിസർവ് ചെയ്ത് റബ്ബറിനെ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ നന്നായിട്ട് ഹൈ സ്പീഡിൽ സെൻട്രിഫ്യൂഗേറ്റ് ചെയ്യും. ഇങ്ങനെ ഹൈ സ്പീഡിൽ സെൻട്രിഫ്യൂഗേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് റബ്ബർ കണ്ടൻറ്റുകളെല്ലാം ഡെൻസറായിട്ടുള്ള റബ്ബർ കണ്ടൻറ്റുകൾ അടിയിലും വരും, പൊക്കത്തെല്ലാം ലൈറ്ററായിട്ടുള്ള സെറോം വരും. അങ്ങനെ സെറും റബ്ബർ കണ്ടൻറ്റും തമ്മിൽ സെപ്പറേറ്റഡ് ആവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഡ്രൈ റബ്ബറിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ കിട്ടുന്ന ലാറ്റക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കോൺസെൻട്രേറ്റഡ് ലാറ്റക്സ് വെച്ചിട്ടാണ് നമ്മൾ ഗ്ലോവ്സും അതേപോലെ തന്നെ കോണ്ടംസും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള റബ്ബറിന് വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണിത്. അതായത് A to B, B to C, സിയിൽ നിന്നൊരു D പാർട്ട് പോകുന്നുണ്ട്, ദെൻ സിയിൽ നിന്ന് ഇയിൽ നിന്ന് F. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A എന്ന് പറയുന്നത് നമ്മൾ അമോണിയയിൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫീൽഡ് ലാറ്റക്സ് ആണ്. അതിനുശേഷം അതിനെ ബിയിലേക്ക് വരുമ്പോൾ അതിനെ ബൾക്ക് ചെയ്ത് ആ ഫീൽഡ് ലാറ്റക്സിനെ ടെസ്റ്റ് ചെയ്ത് വിടും. മൂന്നാമത്തേനകത്താണ് നമ്മളതിനെ കണ്ടിന്യൂസ് ആയിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യുന്നത്. ആ കണ്ടിന്യൂസ് ആയിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യുന്ന സമയത്ത് ഡീ പാർട്ടിലേക്ക് കുറച്ച് ഡീ പാർട്ട് കാണിക്കുന്നുണ്ട് റൈറ്റ് സൈഡിലേക്ക്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കിം ലാറ്റക്സ് ആണ്. കുറച്ച് സ്കിം ലാറ്റക്സിനെ അവിടെ വെച്ചിട്ടാണ് ബാക്കി സ്കിം ലാറ്റക്സ് ഡിയിലേക്ക് നമ്മൾ വിടും. ആ ഡി പോർഷനിലേക്ക് വിട്ടതിന് ശേഷം മിച്ചമുള്ള സിയിലുള്ള ആൾക്കാരെ സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞ് എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് അമോണിനേഷൻ ചെയ്യും. അതിനുശേഷം അവരെ ടെസ്റ്റ് ചെയ്യും. അടുത്ത പ്രോസസ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലാറ്റക്സിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് പ്രോസസ്സ്. അപ്പോൾ കണ്ടിന്യൂസ് സെൻട്രിഫ്യൂഗേഷൻ്റെ ടൈമിൽ നമ്മൾ സൈഡിലേക്ക് മാറ്റുന്ന അല്ലെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്യുന്ന ആ റബ്ബറിന് നമ്മൾ സ്കിം റബ്ബർ എന്നാണ് പറയുന്നത്. അവർ ലോ ഗ്രേഡിലുള്ള റബ്ബറാണ്, അതായത് റബ്ബർ കണ്ടൻറ്റ് അതിനകത്ത് കുറവായിരിക്കും. അപ്പോൾ ആ ലോ ഗ്രേഡിലുള്ള സ്കിം റബ്ബറിനെ നമ്മൾ ഒരിക്കലും ഒരു നല്ല ക്വാളിറ്റി വേണ്ട പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല. അവർ ചെറിയ ചെറിയ ലോക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ക്വാളിറ്റി ഒന്നും നിർബന്ധമില്ലാത്ത പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി നമുക്ക് വേറെ രീതിയിലും ഈ പറയുന്ന ലാറ്റക്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതിനൊരു എക്സാമ്പിളാണ് ആ മെത്തേഡാണ് ലാറ്റക്സ് കോൺസെൻട്രേഷൻ ബൈ സ്ക്രീമിങ്. ഇത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് നമ്മൾ ഈ അമോണിയക്കകത്ത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ലാറ്റക്സിനെ ക്രീമിങ് ഏജൻ്റായിട്ടുള്ള അമോണിയം ആൽഗിനേറ്റ് അല്ലെങ്കിൽ കുക്ക്ഡ് ടമാറിൻറ്റ് സീഡ് പൗഡർ ഇവരുമായിട്ട് നന്നായിട്ട് ക്രീം ചെയ്തെടുക്കും, മിക്സ് ചെയ്ത് ക്രീമിങ് ആക്കി എടുക്കും. അതിനുശേഷം ഇവരെ അനങ്ങാണ്ട് ഒരിടത്ത് വെച്ചേക്കും. അതായത് ഇവർ 2 ലെയറായിട്ട് ഈ ലാറ്റക്സ്, ഈ ക്രീം ചെയ്ത ലാറ്റക്സ് സെപ്പറേറ്റ് ചെയ്യും. അതിൽ അപ്പർ ലെയർ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലാറ്റക്സാണ്, അതായത് റബ്ബർ കണ്ടൻറ്റ് കൂടുതലുള്ള ലാറ്റക്സ്. അപ്പോൾ അവർ നമ്മൾ ടെസ്റ്റ് ചെയ്ത് പാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യും. താഴെയുള്ള ലോവർ ലെയർ എന്ന് പറയുന്നത് സെറമായിരിക്കും, അതായത് അതിനകത്ത് ലിറ്റിൽ റബ്ബർ കണ്ടൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ക്രീമിങ് ആക്കി വെച്ചതിന് ശേഷം ഇതിങ്ങനെ 2 ലെയറായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലാറ്റക്സ് പ്രോസസ്സിങ് ഇൻ ടു റബ്ബർ ഷീറ്റ്. ഇത് നമ്മുടെ നാടുകളിലൊക്കെ ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. അതായത് ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് മെത്തേഡ്. നമ്മൾ റബ്ബറിൻ്റെ മരത്തിൽ നിന്നും ആ ലാറ്റക്സ് എടുക്കുന്നു, ആസിഡ് വെച്ചിട്ട് ആ റോ ലാറ്റക്സിനെ കൊയാഗുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിന് നമ്മൾ ആ റബ്ബർ പാർട്ടിക്കിൾസിന് അതിനകത്ത് നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു മെഷീൻ വെച്ചിട്ട് അതിനകത്തുകൂടി റബ്ബർ ഇങ്ങനെ പാസ് ചെയ്യിച്ച് അത് ഒരു ഷീറ്റുകളാക്കി എടുക്കും. അതിനുശേഷം ഈ റബ്ബർ ഷീറ്റുകളോ അല്ലെങ്കിൽ നല്ല വെയിലത്തിട്ടോ അല്ലെങ്കിൽ ഒരു സ്മോക്ക് ഹൗസ് ഉണ്ടാക്കി അതിനകത്തിട്ട് പുകച്ചോ ഒക്കെ ഇവരെ ഡ്രൈ ആക്കി എടുക്കും. അങ്ങനെ ഡാർക്ക് ബ്രൗൺ ഷീറ്റിലേക്ക് ഇവരെ റബ്ബർ ഷീറ്റാക്കി മാറ്റി നമ്മൾ മാർക്കറ്റുകളിൽ കൊണ്ട് വിൽക്കാറുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള ഷീറ്റുകളെ നമ്മൾ റിബഡ് സ്മോക്ക് ഷീറ്റ് എന്നാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും ഓൾഡസ്റ്റും ഏറ്റവും സിംപ്ലസ്റ്റും ആയിട്ടുള്ള മെത്തേഡ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡും ഇതാണ്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് റബ്ബർ കോമ്പൗണ്ടിങ് ആണ്. റബ്ബർ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എടുക്കുന്ന റോ റബ്ബറിന് നമുക്ക് ഡയറക്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ കുറച്ച് ചിലപ്പോൾ ചില പ്രൊഡക്റ്റുകൾക്ക് ചില പ്രത്യേക പ്രോപ്പർട്ടികൾ വേണം. അങ്ങനെ അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് പല കെമിക്കൽ സബ്സ്റ്റൻസ് ഇട്ട് കൊടുക്കും. ഇപ്പോൾ തന്നെ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടറിൽ നിന്നും എലാസ്റ്റിക് ക്യാരക്ടറിലേക്ക് മാറ്റാനാണ് സൾഫർ ഉപയോഗിച്ച് നമ്മൾ റബ്ബറിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതിനെയാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റബ്ബർ കോമ്പൗണ്ടിങ്ങിന് ഒരു എക്സാമ്പിളാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെ സൾഫർ ഉപയോഗിച്ച് അവരുടെ പ്രോപ്പർട്ടി മാറ്റുന്നുണ്ട്. അപ്പം അതേപോലെ റബ്ബർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പൊട്ടൻഷ്യലും പെർഫോമൻസും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല കെമിക്കൽ സബ്സ്റ്റൻസും ഉപയോഗിച്ച് ഈ പറയുന്ന റോ റബ്ബറിനെ മിക്സ് ചെയ്തെടുക്കും. ഇതിനെയാണ് റബ്ബർ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള കോമ്പൗണ്ടിങ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. വൾക്കനൈസിങ് ഏജൻസ് ഉണ്ട്, ആക്സിലറേറ്റേഴ്സ് ഉണ്ട്, ആക്ടിവേറ്റേഴ്സ്, ആൻറ്റി ഓക്സിഡൻസ്, ഫില്ലേഴ്സ്. ഇനി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കളർ അതിന് വേണമെങ്കിൽ കളറിങ് ഏജൻറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. പ്രോസസ്സൈഡ്സ് ആയിട്ടുള്ള സോഫ്റ്റ്നേഴ്സ്, പെപ്റ്റിസേഴ്സ്, പ്ലാസ്റ്റിസേഴ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് മസ്റ്റിക്കേഷൻ ഓഫ് റബ്ബർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. വാട്ട് ഈസ് മസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്? അതായത് ഈ റബ്ബർ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തുന്നതിന് മുമ്പ് ആ റോ റബ്ബറിൽ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു പ്രോസസ്സാണ് മസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. അത് റബ്ബർ മസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന റോ റബ്ബർ എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല കട്ടിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ റബ്ബർ കോമ്പൗണ്ടിങ് ആയിട്ടുള്ള റബ്ബർ കോമ്പൗണ്ടിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിനകത്ത് മിക്സപ്പ് ചെയ്യണമെന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കിട്ടുന്ന റോ റബ്ബറിനെ എന്ത് ചെയ്യണം? സോഫ്റ്റൻ ആക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മോളിക്കുലർ ചെയിൻസിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യിക്കണം. അതിപ്പോൾ ഗ്രൈൻഡിങ്ങോ വേറെ എന്തെങ്കിലും സാധനങ്ങളായിട്ട് മിക്സ് ചെയ്തോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രോസസ്സ് വഴി അവരെ നമ്മൾ സോഫ്റ്റൻ ചെയ്യണം ആദ്യം. ആ സോഫ്റ്റൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്തേക്ക് റബ്ബർ കോമ്പൗണ്ടിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാവുള്ളൂ. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ആ പ്രോസസ്സ് നടക്കുകയുള്ളൂ. സോ അതിനെയാണ് നമ്മൾ മസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. റബ്ബർ മസ്റ്റിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ടും 2 റൊട്ടേറ്റിംഗ് റോളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ മോളിക്കുലർ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നത്. അതിൽ 2 റോളേഴ്സിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. സ്ലോവർ സ്പീഡിലായിരിക്കും ഫസ്റ്റ് റോളർ ഇരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയാം, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഫ്രണ്ട് റോളും ബാക്ക് റോളും ഈ ഫീഡ് ഓർ ബാങ്കിനകത്തുകൂടി ആയിരിക്കും നമ്മൾ ഈ റബ്ബറിന് ഇട്ട് കൊടുക്കുന്നത്. ഇതായിരിക്കും അതിൻ്റെ ഒരു പ്രോസസ്സ്, ആ മെഷീൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതുവഴിയിട്ട് നമ്മൾ ആ റബ്ബറിനെ സോഫ്റ്റൻ ആക്കി എടുക്കും. അതിന് ശേഷമായിരിക്കും ഇപ്പോൾ വൾക്കനൈസേഷൻ നടത്തണമെങ്കിൽ സൾഫർ ആഡ് ചെയ്ത് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടിവേറ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നതോ അങ്ങനെ റബ്ബർ കോമ്പൗണ്ടിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ മസ്റ്റിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ റബ്ബറിനെ സോഫ്റ്റൻ ചെയ്തതിന് ശേഷമായിരിക്കും. നാച്ചുറൽ റബ്ബറിൻ്റെ യൂസസ് ആണ്. റബ്ബർ മെയിനായിട്ടും ഗാർഡൻ ഓസുകൾ ഉണ്ടാക്കാനും പൈപ്പുകൾ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വണ്ടികളുടെ ടയറുകൾ, ട്യൂബുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. റബ്ബർ പ്രൊഡക്റ്റുകൾ മെയിനായിട്ടും മാറ്റിങ് അല്ലെങ്കിൽ മാറ്റുകളും ഫ്ലോറിങ് ആപ്ലിക്കേഷൻസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ പ്രൊട്ടക്റ്റീവ് ഗിയറുകൾ, ഈ മെഡിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റീവ് ഗിയറുകൾ ഉണ്ടാക്കാനും മെഡിക്കൽ ഗ്ലോവുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സ്പോർട്സ് ഇൻഡസ്ട്രിയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരിടുന്ന ഗ്ലൗസ്, അവരുടെ കാലയിലൊക്കെ ഇടുന്ന പാഡുകൾ, ഇതെല്ലാം ഇങ്ങനത്തെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റബ്ബറുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അൺക്യൂർഡ് ആയിട്ടുള്ള റബ്ബർ, അത് നമ്മളിപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് കോൺസെൻട്രേഷൻ പ്രോസസ്സിനകത്ത് കണ്ടപോലെ സ്കിം റബ്ബർ, അങ്ങനെയുള്ള അൺക്യൂർഡ് ആയിട്ടുള്ള റബ്ബറുകൾ നമ്മൾ ഫ്രിക്ഷൻ ടേപ്പുകൾക്കോ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽക്കോ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഫുഡ് വെയർ ഉണ്ടാക്കാനും ബ്ലാങ്കറ്റുകൾ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ക്രീപ്പ് റബ്ബറിനെ യൂസ് ചെയ്യാറുണ്ട്. ഈ പറയുന്ന സ്കിം റബ്ബറാണ് ക്രീപ്പ് റബ്ബർ എന്ന് പറയുന്നത്. പിന്നെ റബ്ബർ നമ്മൾ ബോളുകൾ ഉണ്ടാക്കാൻ, ബലൂണുകൾ ഉണ്ടാക്കാൻ, സീറ്റ് കുഷ്യൻസ് ഉണ്ടാക്കാൻ ഒക്കെ റബ്ബർ ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം റബ്ബറിൻ്റെ കോമൺ ആയിട്ടുള്ള യൂസസ് ആണ്.
നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ ഒരു ടോപ്പിക്കും കൂടി വരുന്നുണ്ട്, ആൽക്കലോയിഡ്സ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.